ഇന്നത്തെ ഈ ഇടവക ദിനത്തിൻ്റെ വിശിഷ്ടാതിഥികളായിരിക്കുന്ന ആശാനിവാസിലെ കുട്ടികളെ, അവരുടെ കൂടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജസ്ലിൻ, ഞങ്ങളുടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ ഇടവക അംഗങ്ങളെ, വീണ്ടും ഒരു ഇടവക ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ ജീവിത പ്രയാണത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉയർച്ചകളും താഴ്ചകളും പ്രതിബന്ധങ്ങളും എല്ലാം മറന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് സെൻറ് തോമസ് സീറോ മലബാർ ഇടവക ഒരുമിച്ച് ആഘോഷിക്കുന്ന സുന്ദര ദിനം. കേരളത്തിലെ വിവിധ ഇടവകകളിൽ നിന്നും, വിവിധ രൂപതകളിൽ നിന്നും, വിവിധ ജില്ലകളിൽ നിന്നും, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ നിന്നും എല്ലാം ഇവിടെ എത്തി ജനക്പുരി സെൻറ് തോമസ് സീറോ മലബാർ ചർച്ച് എന്ന ഒരൊറ്റ ലേബലിൽ നമ്മളെല്ലാം ഒരു കുടുംബമായി ഒരുമിച്ച് ചേരുന്ന സുന്ദരമായ ദിനം. നമ്മുടെ എല്ലാവരുടെയും വ്യത്യസ്തതകളല്ല, സാംസ്കാരിക വ്യത്യസ്തതകളല്ല നമ്മുടെ ഈ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നത്. നമ്മുടെ സാമ്യതകളല്ല ഈ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നത്. മറിച്ച് അത് ക്രിസ്തു എന്ന ഒരു ഒറ്റ ബിന്ദു മാത്രമാണ്. നമ്മുടെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ കൂടുമ്പോൾ ഇമ്പം ആവുന്നതാണല്ലോ കുടുംബം. നമ്മുടെ ഇടവകയാകുന്ന കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതായി മുന്നോട്ട് നീങ്ങട്ടെ. ആ യാത്രയിൽ നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടവകയുടെ സൗന്ദര്യവും, നമ്മുടെ യുവത്വം നമ്മുടെ ഇടവകയുടെ ഊർജവും, നമ്മുടെ മുതിർന്നവർ നമ്മുടെ പ്രചോദനവുമായി മാറട്ടെ. ഈ യാത്രയിൽ ദിവംഗതനായ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിഷിക്തരും അൽമായരും ഒരുമിച്ച് മുന്നേറുമ്പോഴാണ് ഒരു കൂട്ടായ്മയായി മാറുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് സന്ദേശമായി മാറട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ആശാനിവാസിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും അവിടെ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഈ കുഞ്ഞുങ്ങളെയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അശരണരായ, സഹായിക്കാൻ ആരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും അഭയവും റീഹാബിലിറ്റേഷനും എല്ലാം നൽകി അവരെ സഹായിക്കുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന ഈ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നയിക്കുന്ന ഈ ആശാനിവാസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും ആദരണീയവും ആദരവർഹിക്കുന്നതും പ്രോത്സാഹനം അർഹിക്കുന്നതുമാണ്. ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഈ കുഞ്ഞുങ്ങൾക്കും ജനക്പുരി സീറോ മലബാർ സബ് ഇടവകയുടെ പേരിൽ ഹൃദ്യമായ स्वागतम आशंसिക്കുകയാണ്. आप सभी को हमारा जनकपुरी इड़वगा में स्वागत करता हूँ. അടുത്തതായി നമുക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. നമ്മുടെ ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിർണായകമായ പല സന്ദർഭങ്ങളിലുമെല്ലാം ഇടവകയുടെ ഐക്യവും ഇടവകയുടെ സന്തോഷവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇപ്പോൾ നമ്മോടൊത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനവും പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 10ാം വാർഷികവുമെല്ലാം ആഘോഷിച്ച് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് ഇരട്ടി മധുരം നൽകുന്നു. തൻ്റേതായ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മുടെ ഇടവക എന്ന കുടുംബത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ നമ്മുടെ ഇടവക ദിനത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. അവരുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ പ്രോഗ്രാമിൻ്റെയൊക്കെ സമയക്രമത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുകൊണ്ട് അവരെത്തിച്ചേരാൻ വൈകുന്നുണ്ട്. ഇന്നത്തെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെയും ഞാൻ നമ്മുടെ ജനക്പുരി ഇടവകയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ സിസ്റ്റേഴ്സുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ആചാരാനുഷ്ഠാനങ്ങളിലാകട്ടെ, മതബോധന മേഖലയിലാകട്ടെ, കുടുംബ കൂട്ടായ്മയിലാകട്ടെ,
നമ്മുടെ അൾത്താരയിലെ അലങ്കാരങ്ങളിലാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലാകട്ടെ, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി കോൺവെൻറ്റിലെയും അതുപോലെ തന്നെ ആരാധന മഠത്തിലെയും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഇടവക ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ ബഹുമാന്യരായ SFS സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയും ഇവിടുത്തെ സ്റ്റാഫിനെയും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളെ നേതൃത്വങ്ങൾ, നമ്മളുടെ കാറ്റഗിസം പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന പോലെ സമയക്രമത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ജോലി തിരക്കുകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഇടവക ദിനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യാനും മറ്റുമായി ഓടിക്കിതച്ച് ഇവിടെ എത്തിച്ചിരുന്ന ഓരോ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ പല ബുദ്ധിമുട്ടുകളിലും പല ദിവസങ്ങളായി നമ്മുടെ സമയക്രമീകരണങ്ങൾ മാറി മറിഞ്ഞതുകൊണ്ട് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി പാടുപെട്ടിട്ടും ഈ അവസരത്തിലും ഇവിടെ സന്നിഹിതരാകാൻ മനസ്സ് കാണിച്ച നമ്മുടെ ഓരോ ഇടവകാംഗങ്ങളും എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കണ്ണിനും ഹൃദയത്തിനും ഉണർവേകുന്ന കുളിർമയേകുന്ന കലാവിരുന്നിൻ്റെ കാഴ്ചയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.